2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് തിരിച്ചടി കിട്ടിയെങ്കിലും ഡൽഹിയിൽ ബിജെപിയുടെ പ്രകടനം മികച്ചതായിരുന്നു. ആകെയുള്ള 7 സീറ്റുകളിലും ബിജെപി വിജയിച്ചു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയെങ്കിലും ആ സഖ്യത്തിന് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ ഡൽഹിയിൽ സാധിച്ചില്ല. എന്നാൽ ഡൽഹിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തതിനു ശേഷമാണ് ചില സുപ്രധാന തീരുമാനങ്ങൾ കോൺഗ്രസ് എടുക്കുന്നത്. 70 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 24 സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ മികച്ച പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ചെറിയ വ്യത്യാസത്തിൽ തോറ്റതോ ന്യൂനപക്ഷങ്ങളുടെയോ ദളിതുകളുടെയോ പിന്നോക്ക വിഭാഗങ്ങളുടെയോ ജനസംഖ്യ കൂടുതലുള്ള സീറ്റുകളിലാണ് പ്രധാനമായും കോൺഗ്രസ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നിയമസഭാ തലത്തിലും പാർട്ടിക്ക് ഓരോ സീറ്റും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരിയോട് കൂടിയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. ഇത്തവണ സീറ്റുകളൊന്നും നേടാൻ സാധിച്ചില്ല എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് പാർട്ടി നേതൃത്വമുള്ളത്. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ഡൽഹിയിലും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കരുത്ത് കാണിക്കാൻ പറ്റുമെന്നതാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത്.